പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാസം 13-ന് പുലർച്ചെ ഒമാനിലെ സലാലയിലുണ്ടായ റോഡ് അപകടത്തിൽ 3 വയസ്സുകാരിയെ ഒറ്റയ്ക്കാക്കി ഒരു കുടുംബം മുഴുവൻ യാത്രയായ സംഭവം. പ്രവാസികൾ ഏറെ നെടുവീർപ്പോടെയാണ് അത് ഓർക്കുന്നത്. ദുബായിൽ IT മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഹൈദരാബാദ് സ്വദേശി ഗൗസുല്ല ഖാൻ, ഭാര്യ ആയിഷ സിദ്ദിഖി, മകൻ ഹംസ സിദ്ദിഖി എന്നിവരാണ് സലാലയിലുണ്ടായ ആ കാർ അപകടത്തിൽ മരിച്ചത്. അവരുടെ മൃതദേഹങ്ങൾ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. പരിക്കേറ്റ മകൾ ഹാനിയ സിദ്ദിഖി സലാലയിലെ ആശുപത്രിയിൽ ഇപ്പോൾ ഗുരുതര നിലയിൽ കഴിഞ്ഞു വരികയാണ്. സലാലയിൽ അവധി ആഘോഷിച്ച് മടങ്ങുമ്പോൾ കുടുംബം സഞ്ചരിച്ച കാർ എതിരെ വന്ന സ്വദേശിയുടെ വാഹനവുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. ഇത് തീരാ വേദനയായി തന്നെ തുടരുമ്പോൾ ഗൗസുല്ല ഖാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യുന്ന ആലപ്പുഴ ചെങ്ങന്നൂർ കൊല്ലക്കടവ് സ്വദേശി ഗീവർഗീസ് ഫിലിപ്പ് മലയിലും വേദനയിലാണ്. യാത്രാമൊഴി പോലും പറയാതെ പോയ സുഹൃത്തിൻ്റെ വേർപാടിൽ ആ ഹൃദയവും തേങ്ങുകയാണ്. തന്നെപ്പോലെ ഓഫീസിലെ ഇതര സഹപ്രവർത്തകരും ഗൗസുല്ല ഖാൻ്റെ വിയോഗത്തിൽ ഏറെ ദുഃഖിതരാണ് എന്നാണ് ഗീവർഗീസ് ഫിലിപ്പ് ഒരു സ്വകാര്യ ഓൺലൈനോട് പറഞ്ഞത്. ഗൗസുല്ല ഖാനുമായുള്ള നിമിഷങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ഗീവർഗീസ് ഫിലിപ്പിൻ്റെ കണ്ണുകളും നിറയുകയാണ്. 4.5 വർഷം മുൻപാണ് ഗൗസുല്ല ഖാൻ തങ്ങളുടെ ഓഫീസിൽ ജോലിക്കെത്തിയത്. ഞങ്ങൾ ഇരുവരും അടുത്തിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷം ആകുന്നതേയുള്ളൂ. എന്നാൽ തമ്മിൽ സൗഹൃദത്തിലാകാൻ ഏറെ നാളുകളൊന്നും വേണ്ടി വന്നില്ല. വളരെ സൗമ്യനും മുഖത്ത് എപ്പോഴും പുഞ്ചിരി സൂക്ഷിക്കുന്ന വ്യക്തിയുമായിരുന്നു ഗൗസുല്ല. അദ്ദേഹം ദീർഘദൂര യാത്രകളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. പലപ്പോഴും ഒറ്റയ്ക്ക് യാത്രയ്ക്ക് പോകുമായിരുന്നു. യാത്ര പുറപ്പെടുമ്പോഴും വന്നാൽ അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ അവന് തിടുക്കമായിരുന്നുവെങ്കിലും ഒറ്റയ്ക്കുള്ള ഈ യാത്രകളിലെ സാഹസികതയെക്കുറിച്ച് പറഞ്ഞങ്ങനെ ചെയ്യരുത് എന്ന വിലക്കുമായിരുന്നു. എന്നാൽ ഒരാഴ്ച അവധിയിലായതിനാൽ അവസാന യാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഒടുവിൽ അവനും കുടുംബവും എന്നേക്കുമായി വിട്ടുപിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ പ്രിയപുത്രി മാത്രം രക്ഷപ്പെട്ടിരിക്കുന്നു. പ്രിയ മാതാപിതാക്കളും കുഞ്ഞനിയനും തന്നെ വിട്ടുപോയതറിയാതെ ഗുരുതര നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ആ പൊന്നുമോൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നുമാണ് ഗീവർഗീസ് ഫിലിപ്പ് പറയുന്നത്. ഗീവർഗീസ് പങ്കുവച്ച കുറിപ്പും ഏറെ വേദനയുളവാക്കുന്നതാണ്. ഗൗസുല്ല ഇനി ഒരു ഓർമ്മ. 1 വർഷത്തിലേറെയായി ഓഫീസിൽ എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന് ജോലി ചെയ്ത ഹൈദരാബാദുകാരനായ ആ കൊച്ചു പയ്യനാണെന്ന് തോന്നിക്കുന്ന യുവാവ്, വളരെ മാന്യനായ സഹപ്രവർത്തകൻ, ജോലി സ്ഥലത്ത് മറ്റുള്ളവരോട് എങ്ങനെ മാന്യമായി പെരുമാറണം എന്ന് മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വം, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ ചെയ്യാനുള്ള ജോലികൾ കൃത്യതയോടെ ചെയ്ത് മാതൃകയാക്കേണ്ട വ്യക്തിത്വം എന്ന് പറഞ്ഞാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുന്നത്. പ്രവാസികളായ എല്ലാവരെയും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണത്. ആ കൊച്ചു മകളെ മാത്രം ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് ആ കുടുംബം മുഴുവൻ യാത്രയായിരിക്കുകയാണ്. ആ കൊച്ചുമകൾക്ക് എല്ലാവിധ പ്രാർത്ഥനയും.